വചനപഠനം ശരിക്കും പറഞ്ഞാൽ വേണ്ടതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ പഠിപ്പിക്കാത്ത ഒരു തെറ്റും അതിൽ നിന്ന് ഉളവായതായിട്ട് ഉള്ള ഒരു കുറ്റബോധത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു സഭാകൂടി വരവ് ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ അനേക സഭകളിലും കണ്ടിരുന്നതായിട്ടുള്ള വളരെ വികലമായിട്ടുള്ള പല രീതികളും വചനവിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കണ്ട് മനം മടുത്ത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അറ്റത്തു നിന്നും അതിൻ്റെ മറ്റേ അറ്റത്തേക്ക് പോകുന്ന നിലയിൽ വചനത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാതെ പോയി എന്നുള്ളൊരു കുറ്റം എന്നിലുണ്ട് എന്ന് ഞാൻ പരസ്യമായിട്ട് സമ്മതിക്കുന്നു. ഞാൻ അത് വേണ്ടുന്നതുപോലെ പഠിപ്പിക്കാതിരുന്നതിൻ്റേതായിട്ടുള്ള നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും കുറവ് നിങ്ങൾക്ക് കഴിഞ്ഞ 4-4.5 വർഷം 5 വർഷത്തോടെ എടുക്കാറായി. അതിനും ഞാൻ സഭയോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ വിട്ടുപോയത്, എന്താണ് തെറ്റായി പഠിപ്പിച്ചത്, എന്താണ് സുജോ സഹോദരൻ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിന്നത്, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഒരു മാസമായി ദൈവാത്മാവ് എന്നിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഭാരവും അതിനെ തിരുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യബോധവും നൽകി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ സാബു സഹോദരനോടാണ് ക്ലാസ് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അത് ഞാൻ പിന്നീട് ഞാൻ ഏറ്റെടുത്ത് സാബു സഹോദരനെ 12:30 ശേഷം ഉള്ള സമയം കൊടുക്കാം എന്ന് പറയുകയാണ് ചെയ്തത്. രണ്ടും വചന ശുശ്രൂഷ തന്നെയാണ്. സമയത്തിൽ 10 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ശരി, എന്താണ് വിഷയം? 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നോ അതേ നിലയിൽ, അതേ ഉപദേശത്തിൽ, അതേ നിലപാടുകളിൽ, രീതികളിൽ ആണ് ദൈവസഭ പോകേണ്ടത്. ദൈവത്തിൽ നിന്നും ആലോചന നേരിട്ട് ലഭിച്ച് അപ്പസ്തോലന്മാർ കാണിച്ച മാതൃകയ്ക്കപ്പുറം അതിനെ എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ മേന്മ കൊണ്ടുവരുവാനോ അതിനെ ഏതെങ്കിലും രീതിയിൽ പുരോഗതിപ്പെടുത്താനോ ഒന്നും മനുഷ്യരായ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പസ്തോലന്മാർക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് പ്രകാരം അന്ന് സഭകളിൽ നടത്തിയിരുന്നതും അന്ന് പഠിപ്പിച്ചിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ മെച്ചപ്പെടുത്താൻ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നതായ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള ആർക്കും സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശരി, നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 6-ാം അധ്യായം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ആകയാൽ പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ സഭ ആരംഭിച്ചപ്പോൾ സഭയിൽ ദിനംപ്രതിയുള്ള ശുശ്രൂഷ എന്നും അതുപോലെ തന്നെ മേശകളിൽ ശുശ്രൂഷ എന്നും പറഞ്ഞ് 2 വാക്കുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ ദിനംപ്രതിയുള്ള ശുശ്രൂഷ, മേശയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്? അന്ന് സഭയിൽ വിവിധ ഭാഷ, ഇവിടെ 2 ഭാഷക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. യവന ഭാഷ, എബ്രായ ഭാഷ. അതായത്
നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ അന്നത്തെ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ, യഹൂദന്മാർ തിരിച്ച് ഈ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് യെരുശലേമിൽ വന്നിരുന്നു. അവരൊക്കെ ചില തലമുറകളായിട്ട് ഇസ്രായേൽ ജനത്തെ ചിതറിച്ച് വിട്ടത് വഴി അവർ ചില തലമുറകളായിട്ട് ചുറ്റുമുള്ള പല രാജ്യങ്ങളിലായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ മാതൃഭാഷയായിരുന്ന ഹെബ്രായ ഭാഷ മാറി അവർ അരാമ്യ ഭാഷയോ ഗ്രീക്ക് ഭാഷയോ ഒക്കെ സംസാരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ എബ്രായ ഭാഷ സംസാരിച്ചു കൊണ്ടിരുന്ന തനി യഹൂദ ദേശത്ത് താമസിച്ചിരുന്നതായിട്ടുള്ള യഹൂദന്മാരും അതുപോലെ തന്നെ മറ്റ് പല ഭാഷകൾ, ഗ്രീക്ക്, അരാമിക് ഭാഷകൾ സംസാരിച്ചിരുന്നതായിട്ടുള്ള യഹൂദന്മാർ, അവരും യഹൂദന്മാർ തന്നെയാണ്. യഹൂദന്മാരും അങ്ങനെ അവിടെ ഒരു സഭയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ പക്ഷഭേദം, അല്ലേ? ഞങ്ങൾ തനി യഹൂദന്മാർ, നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി ഇച്ചിരി കലർപ്പ് വന്നതായിട്ടുള്ള യഹൂദന്മാർ എന്നുള്ള നിലയിലാണോ എന്താണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അവിടെ ഒരു പ്രായോഗിക പ്രശ്നമുണ്ടായി. സഭയ്ക്കകത്ത് മേശയിലെ ശുശ്രൂഷയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, മേശയിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കുള്ളിലെ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു സംവിധാനം സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സംവിധാനം വളരെ പ്രായോഗികമായി ഗുണകരമായി അവിടെ തീർന്നിരുന്നില്ല. സഭയ്ക്കുള്ളിൽ അങ്ങനെ വിശ്വാസികളുടെ ഭക്ഷണം ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ വിശ്വാസികൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു. സഭയ്ക്കുള്ളിലെ ഭക്ഷണം മാത്രമല്ല, ആളുകളുടെ വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളെ സംബന്ധിച്ചും സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. നമ്മളത് അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആരും അവർക്കുള്ളതൊന്നും സ്വന്തമായിട്ട് കരുതിയില്ല. അങ്ങനെ അവർ എല്ലാം പൊതുവക എന്നെണ്ണി മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം പൊതുവക എന്നെണ്ണുകയും മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതായിട്ടുള്ള ആ പ്രമാണം, അത് അനുസരിക്കുന്നതിന് ചില ക്രമീകരണങ്ങൾ സ്വാഭാവികമായിട്ട് ഈ സഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ക്രമീകരണം പരാജയപ്പെട്ടു. അപ്പോൾ പരാതി വന്നപ്പോൾ അപ്പസ്തോലന്മാർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ മേശയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട്, അതായത് ഈ ഭൗതിക കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ശരിയല്ല. നിങ്ങളിൽ നിന്ന് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ആത്മാവും ജ്ഞാനവും നിറയാത്ത ചില ആളുകളായിരുന്നു ഒരുപക്ഷെ അന്ന് ഈ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചില വിധവന്മാരെ പരിഗണിക്കാതെയും ചിലരെ പരിഗണിക്കുകയും അമിത പരിഗണന കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഇതെൻ്റെ ഊഹമാണ്. എന്നാൽ നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരല്ല. അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആര് തിരഞ്ഞെടുത്തുകൊണ്ട് വരണം? നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് വരിക. അവരെ ഈ ശുശ്രൂഷയ്ക്കാക്കാം. അങ്ങനെ അവർ 7 പേരെ കൊണ്ടുവന്നു. അവരെ ആ ശുശ്രൂഷയ്ക്കാക്കി. ഇതാണ് അവിടെ നടന്നതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു സഭയിൽ ഇത് അപ്പസ്തോലന്മാർ ദൈവാത്മാവിനാൽ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ചെയ്തതായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു സഭയിൽ ഈ മേശയിൽ ശുശ്രൂഷ ചെയ്യാൻ, അല്ല എങ്കിൽ എല്ലാം പൊതുവക എന്ന് എണ്ണി മുട്ടുള്ളവർ ആരും സഭയിലില്ല എന്ന് ഉറപ്പിക്കാൻ ഉള്ള ഒരു ശുശ്രൂഷയുണ്ട്. അതാണ് മേശയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനു വേണ്ടി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേര് അതിന് വേണം. ആത്മാവ് നിറഞ്ഞ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ ഫലം നിറഞ്ഞതായിട്ടുള്ള സ്നേഹവും സന്തോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞതായിട്ടുള്ള 7 പേര്, അതായത് തനി ആത്മീകരായിട്ടുള്ള ആളുകൾ അതിന് വേണം. ഇത് ഭൗതിക ശുശ്രൂഷകളല്ലേ, ഇതാരെയും ഏൽപ്പിക്കാം എന്നൊരിക്കലും ഒരനുവാദവുമില്ല. അടുക്കളയിൽ കറിക്ക് അരിയുന്നതൊരു ഭൗതിക ശുശ്രൂഷയാണല്ലേ. കറിക്ക് അരിയുന്നവരുടെ കയ്യിൽ എന്താ ഉള്ളേ? കത്തിയ. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാണോ അതെയോ കൈയിൽ കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണോ ആത്മീയത കൂടുതൽ വേണ്ടത്? കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ. ഇപ്പം എനിക്കൊന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എന്നാൽ
കയ്യിൽ കത്തിയുമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ദേഷ്യം വന്നാൽ അത് ചിലപ്പം മാരകമായി പോകാം. ഈ മൂപ്പന്മാരുടെ യോഗ്യതകളും ഡീക്കന്മാരുടെ യോഗ്യതകളും പറയുമ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഉപദേശിപ്പാൻ സമർത്ഥനെന്നുള്ള ആ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഈ ഡീക്കന്മാർക്ക്, ഈ ഇവിടെ ശുശ്രൂഷയ്ക്കാക്കിയ ആളുകൾക്ക് പറയുന്ന പേരാണ് ഡീക്കന്മാരെന്നുള്ളത്. അപ്പോൾ ഇവിടെ പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുവിൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. പുരുഷന്മാരെയാണ് ആദ്യം അതാക്കിയത്. എന്നാൽ പിന്നീട് സ്ത്രീകളെയും ആ ശുശ്രൂഷയ്ക്ക് ആക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിമോത്തിയോസിന് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളുടെ യോഗ്യതകളെക്കുറിച്ചും പറയുന്നുണ്ട്, അല്ലേ? അവളും സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തരും ആയിരിക്കണം. അപ്പോൾ ശുശ്രൂഷക്കാരത്തികൾ, ശുശ്രൂഷകന്മാരായിട്ട് പുരുഷന്മാരും ആത്മാവും ജ്ഞാനവും നിറഞ്ഞതായിട്ടുള്ള പുരുഷന്മാരും ശുശ്രൂഷക്കാരത്തികളായിട്ട് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ സഹോദരിമാരും അന്ന് സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സഹോദരിയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ശുശ്രൂഷക്കാരത്തിയായ ഏത് സഭയിലായിരുന്നു? ഫെബ. ആളുടെ പേര് പറഞ്ഞു. ഏത് സഭയായിരുന്നു? കെങ്ക്രയ സഭ. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു ഫേബയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ശുശ്രൂഷക്കാരത്തിയായ സഹോദരി എന്നുള്ളതാണ്. അപ്പോൾ സഹോദരിമാരെയും ആ ഒരു ശുശ്രൂഷയ്ക്ക് പിന്നീട് അപ്പസ്തോലന്മാരാക്കി. കാരണം സഹോദരിമാർക്ക് യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സഹോദരിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, സഹോദരിമാരുടെ ഇടയിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനും ഉറപ്പുവരുത്താനും ഒക്കെ ഉള്ള എളുപ്പം എന്ന് പറയുന്നത് അതൊരു സഹോദരി തന്നെ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്കിന്ന് ദൈവസഭയോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഒരു സഹോദരനെയും ഒരു സഹോദരിയെയും നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരണം. അവരെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ആക്കാം. വചനപ്രകാരമാണോ? ആണോ? ആണ് അല്ലേ? ആളുകൾക്ക് ഉത്തരം പറയാനായിട്ട് ഭയങ്കര മടിയാണ്. ആണ്. അപ്പോൾ പിന്നെ അടുത്ത വിഷയത്തിലേക്ക് വരാം. ഒരു പക്ഷേ നമ്മുടെ മെസ്സേജ് ഇച്ചിരി നീണ്ടുപോകും. അങ്ങനെയെങ്കിൽ സാബു സഹോദരൻ്റെ അടുത്ത ആഴ്ച എടുക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സഭയിലെ വിശ്വാസികളുടെ ആവശ്യങ്ങളും എല്ലാം അതെങ്ങനെയാണ് നിറവേറ്റപ്പെടേണ്ടത്? എങ്ങനെയാണ് അത് നിറവേറ്റപ്പെടേണ്ടത്? അതൊരു സഭയാണ് എങ്കിൽ ആ സഭയിലെ എല്ലാവർക്കും അതിനകത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്. ശരീരത്തിലെ ഏത് അവയവവും സന്ദേശം സ്വീകരിക്കുവാനും സന്ദേശം തിരിച്ചു വിടുവാനും, അല്ലേ? എവിടേക്കെങ്കിലും രക്തയോട്ടമില്ലാത്ത അവയവം വല്ലതും ഉണ്ടോ? നഖവും മുടിയും ഒന്നും അവയവമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. രക്തയോട്ടമില്ലാത്തതായിട്ടുള്ള അവയവമുണ്ടോ? ഇല്ല. രക്തയോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തെ സ്വീകരിക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഭയിലെ ഇത്തരം ഭൗതിക കാര്യങ്ങളിലുള്ളതായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടത് അത് സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തു കൊള്ളാം എന്നൊരാൾ പറഞ്ഞാൽ അത് സഭയെ നിന്ദിക്കുന്നതും സഭയെ ദൈവസന്നിധിയിൽ വില കുറച്ച് കാണിക്കുന്നതും അതുപോലെ തന്നെ ദൈവ മക്കൾക്ക് ദൈവം അതുവഴി കൊടുക്കുന്നതായിട്ടുള്ള നന്മകളെ തടയുന്നതുമായ ഒരു കാര്യമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല ഒരു സഭ ഒരിക്കലും പോകേണ്ടത്. ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഭയ്ക്ക് എന്ത് സംഭവിക്കും? അല്ലേ? ശരിയല്ലേ? ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടൊരു സഭ മുമ്പോട്ട് പോയാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഭയും അങ്ങനെ തന്നെ ഇല്ലാതെയായി പോകും. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ആശ്രയിച്ചോ ഒരു വ്യക്തിയുടെ പരിപാടിയായിട്ടോ പോകാനായിട്ട് ഒരിക്കലും പാടില്ല. സഭ എന്ന് പറയുന്നത് കർത്താവാണ്. അതൊരു ശരീരമാണ്. ശരീരമാണെങ്കിൽ
ധാരാളം അവയവങ്ങൾ ആ ശരീരത്തിലുണ്ട്. ഈ അവയവങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് അതൊരു ശരീരമാകുന്നത്. അതിനകത്ത് എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. എന്തെങ്കിലും സംശയമുണ്ടോ? ശരിയാണോ? വചനപ്രകാരം ശരിയാണോ? അല്ലേ? ശരിയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരു സഭ പോകാനായിട്ട് പാടില്ല. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. ഇത് ഭണ്ഡാരത്തിലിടുന്നതിനെക്കുറിച്ച് കർത്താവ് അങ്ങനെ നിരീക്ഷിച്ചിട്ട് പറയുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ധനവാന്മാരായിട്ടുള്ള ആളുകൾ വന്ന് അവരുടെ ധനത്തിൽ നിന്നൊരു പങ്ക് അവിടെ ഇടുന്നു. ദരിദ്രരായിട്ടുള്ള ആളുകൾ വന്ന് അവരും ഒരു പങ്ക് അവിടെ ഇടുന്നു. അത് കണ്ടപ്പോൾ കർത്താവ് ഈ ധനവാൻ ഇട്ടതിനേക്കാൾ വലിയൊരു തുക ഈ നിസ്സാരമായ ദരിദ്ര വിധവ 2 കാശ്, അല്ലേ? 2 കാശ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? വളരെ നിസ്സാരമല്ലേ? മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു 100 കാശും 200 കാശും ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ഈ 2 കാശിട്ട വിധവയാണ് എല്ലാവരേക്കാൾ ഏറ്റവും അധികം കൊടുത്തത് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ 1,00,000 രൂപ കയ്യിലുള്ള ഒരാൾ 1000 രൂപ ഇടുന്നതാണോ, 100 രൂപ കയ്യിലുള്ള ഒരാൾ 50 രൂപ ഇടുന്നതാണോ ദൈവസന്നിധിയിൽ വിലയുള്ളത്? അതെ അല്ലേ? അതാണ് വിലയുള്ളത്. അപ്പോൾ നാം എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷയം. ശരിയാണോ? നാം എത്ര കൊടുക്കുന്നു? ഞാൻ 1,00,000 കൊടുക്കുന്നു, 2,00,000 കൊടുക്കുന്നു, 10,00,000 കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു, 50 രൂപ കൊടുക്കുന്നു, ഇതൊന്നും അവിടെ വിഷയമല്ല. കൊടുത്തിട്ട് ബാക്കി കയ്യിൽ എത്രയുണ്ട് എന്നുള്ളതാണ് വിഷയം. ഞാൻ പറയുന്നത് വചനപ്രകാരമാണോ? ആണോ? ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു 50 രൂപയും 10 രൂപയും 20 രൂപയും 100 രൂപയും ഒക്കെ ഇല്ലായ്മയിൽ നിന്നിട്ട് ദൈവത്തിൻ്റെ വലിയ നന്മ പ്രാപിക്കുവാനായിട്ടുള്ള അവസരം കഴിഞ്ഞ 4.5 വർഷമായിട്ട് നാം നിഷേധിച്ചിരിക്കുകയായിരുന്നു. ഒന്നോ രണ്ടോ പേരുടെ പേരിലുള്ള പൈസ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതിൽ ദൈവത്തിന് വലിയ പ്രസാദമൊന്നും ഇല്ല. അത് ദൈവം പരിഗണിക്കുന്നേ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പരിഗണിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ആർക്കാണെന്നറിയാമോ? ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ 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 കാശുകൾ. അതാണ് ദൈവസന്നിധിയിൽ പ്രസാദകരമായ ഒരു യാഗമായി തീരുന്നത്. അതിന് ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായത് പഠിപ്പിച്ചു, അല്ലേ? ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായത് പഠിപ്പിച്ചു. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു PhD നിലവാരത്തിലുള്ളത് ഞാൻ സഭയിൽ പഠിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം മറന്നുപോയി ഞാൻ, അല്ലെങ്കിൽ ഒരിടത്ത് ഞാൻ തെറ്റിപ്പോയി. എവിടെയാണെന്നറിയാമോ? നമ്മൾ 1, 2, 3, 4, 5, 6, 8, 10 ക്ലാസ്സുകൾ പാസ്സായി +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ എവിടെ എത്തുന്നത്? PhDക്ക് എത്തുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ ഈ ക്ലാസ്സുകളൊന്നും പഠിപ്പിക്കാതെ നേരിട്ട് PhD പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചേ? എനിക്കുള്ളതൊന്നും എൻ്റെ സ്വന്തമല്ല, അല്ലേ?
എല്ലാം എല്ലാവർക്കുള്ളതാണ്, എല്ലാം പൊതുവകയായിട്ട് എണ്ണണം എന്ന് പറഞ്ഞപ്പം ഈ ക്ലാസ്സുകളിലൊന്നും പഠിക്കാതെ നേരെ PhD അഡ്മിഷൻ കിട്ടിയ പിള്ളേർ അങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഇരിപ്പായിപ്പോയി. അതുകൊണ്ട് ഫലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭയിൽ കൊടുക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൊടുക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരായിപ്പോയി ഫലത്തിൽ. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ആ പഠിപ്പീര് ഫലത്തിൽ അങ്ങനെയായിപ്പോയി. അതുകൊണ്ട് വിശ്വാസികൾക്ക് സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്വം അതിൽ ഒരു പോരായ്മ വന്നു എന്ന് ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വലിയ തെറ്റാണ്. സഭ ക്ഷമിക്കണം, കർത്താവ് ക്ഷമിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വളരെ കർശനമായിട്ട് നിലപാടെടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ സമ്പത്തിന് വേണ്ടിയും സമ്പത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള സഭകളാണ് നാം ചുറ്റും എല്ലായിടത്തും കാണുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ദോഷങ്ങളൊന്നും ഇവിടെ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അടച്ചു വെച്ചിട്ടാണ് നമ്മളങ്ങനെ മുമ്പോട്ട് പോയത്. പക്ഷേ നമ്മൾ പോയ വഴി വീണ്ടും തെറ്റിപ്പോയി. ദൈവവചനത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഞാനിവിടെ മറ്റ് ദൈവമക്കളെ സഹായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യമുണ്ട്. വ്യക്തികളെ നേരിട്ട് സഹായിക്കുക എന്നുള്ളതല്ല ദൈവിക പരിപാടി. അങ്ങനെ ഒരു സഭ മുമ്പോട്ട് പോയാൽ ആ സഭ കാലക്രമത്തിൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആവശ്യത്തിലുള്ള സഹോദരന്മാരെയോ സഹോദരിമാരെയോ സഹായിക്കണമെങ്കിൽ അത് സഭയിലൂടെ അത് കൊണ്ടുപോകണം. സഭയാണത് ചെയ്യേണ്ടത്. സഭയാണല്ലോ ശരീരവും സഭ ഒന്നുമാണല്ലോ, ഏകഹൃദയവും ഏകമനസ്സും അത് സഭയിലൂടെ പോകണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അപ്പസ്തോല പ്രവൃത്തികൾ വായിച്ചു കഴിഞ്ഞാലും അവിടെ നമ്മൾ കാണുന്നത് വസ്തുവൊക്കെ വിറ്റവർ കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു, അപ്പസ്തോലന്മാർ ഓരോരുത്തർക്കും വിഭാഗിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഡീക്കന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരത്തികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആത്മാവും ജ്ഞാനവും നിറഞ്ഞതായിട്ടുള്ള ആളുകളിലൂടെയാണ് അത്തരം പ്രവർത്തനങ്ങൾ സഭയിൽ നടക്കേണ്ടത്. അങ്ങനെ അല്ലാതെ നടന്നാൽ അതും ഒരു വലിയ പ്രശ്നമാണ്. എന്താണ് ആ പ്രശ്നം എന്നറിയാമോ? ഈ അനേക സഭകളിലും ഈ സാമ്പത്തിക ശേഷി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഈ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ആളുകളെയൊക്കെ അത്യാവശ്യം സഹായിച്ച് അവരെ പല വ്യക്തികളിലേക്ക് അങ്ങനെ സഭയിൽ പല വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന ഒരു പ്രവണത എല്ലാ ഞാൻ ദൈവം എനിക്ക് ഒത്തിരി അങ്ങനെ ഒരു 10-15 സഭകളുടെ അംഗമാകാൻ ഒരു അവസരമൊരുക്കി. എൻ്റെ പഠനവും എൻ്റെ ജോലിയും പ്രമാണിച്ച് ഇങ്ങനെ 3-4 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആയിരുന്നതുകൊണ്ട് ഞാനൊരു 10-15 സഭകളിൽ അംഗമായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ കണ്ടതും പിന്നെ നമ്മൾ വായിച്ചും ഒക്കെ കേൾക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള സഹായങ്ങൾ സഭയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ പരാജയവും വീഴ്ചയും ആണ് വരുത്തുന്നത്. അതുമാത്രവുമല്ല, അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ, എനിക്കിപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ആളുകളെ സ്വാധീനിക്കുവാനായിട്ട് ആ മനസ്സോടെ എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സ്വാധീനം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള സ്വാധീനവും കൂട്ടുകെട്ടുകളും സഭയിൽ വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും സഭയിൽ ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതിനും അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ട് സഭയിൽ ആത്മാവും ജ്ഞാനവും നിറഞ്ഞതായിട്ടുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും 1-ാം നൂറ്റാണ്ടിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ അപ്പസ്തോലന്മാർ അങ്ങനെ ആക്കി വെച്ചത്, അല്ലെങ്കിൽ ഡീക്കന്മാർ എന്ന നിലയിൽ ആക്കി വെച്ചത് എന്ന് നാം കാണാം. എന്നാൽ ഇതിനിടയ്ക്ക് ചില സഹോദരന്മാരൊക്കെ എൻ്റെ അടുക്കൽ വന്ന്, സഹോദര ഞാനിങ്ങനെ പോകുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ കൂട്ടായ്മ കൊടുക്കാൻ താല്പര്യമുണ്ട്, കൊടുത്തോട്ടെ എന്ന് ചോദിച്ചതിൻ്റെ അനുവാദത്തോടു കൂടി, ഇപ്പം ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മളല്ലാതെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അല്ലാതെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് വേണ്ട എന്ന് പറയുന്നത് അഭംഗിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്.
നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. തുടർന്ന് നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വലങ്കൈ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തി ഇടങ്കൈ അറിയരുത് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം എന്താ? മറ്റാരും അറിയരുത് അല്ലേ? നമുക്ക് ഏതെങ്കിലും ആവശ്യത്തിലുള്ള ഒരു സഹോദരനെയോ സഹോദരിയെയോ സഹായിക്കണമെങ്കിൽ അത് ഞാനാണ് അത് കൊടുത്തത് എന്ന് അറിയാതെ ഇരുന്നാൽ അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്, നന്മയാണ്. പക്ഷെ പലപ്പോഴും ഞാനാണ് തന്നത് എന്ന് അവരൊന്ന് അറിയണം എന്നുള്ളതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാടല്ലേ? ഒരിക്കൽ നമ്മുടെ സഭയിലല്ല, വേറൊരു സഭയിൽ ഏതോ ഒരു രോഗിയായിരുന്ന ആളിന് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ എടുത്തപ്പം എന്തോ ആ സഭയിലെ ആൾ എന്നെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, സഹോദരാ, ഞങ്ങൾ ഇന്ന രോഗിയായിരിക്കുന്ന ഈ സഹോദരനെ കാണാൻ പോകുന്നുണ്ട്, സഭയിൽ നിന്നൊരു കളക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ 2 പേരുടെ പൈസ ഞങ്ങൾ നേരിട്ട് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇത് 2-3 വർഷം മുമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ നേരെ ആ പൈസ നിങ്ങളുടെ സഭയിലെ മൂപ്പനെ ഏൽപ്പിക്കുക, അദ്ദേഹം കൊടുക്കട്ടെ. നിങ്ങൾ ആ ചെയ്യുന്ന പരിപാടി വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ അന്ന് 2-3 വർഷം മുമ്പാണ് ഞാൻ അന്ന് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രായോഗികമായി നമ്മൾ കൊടുക്കുന്നു എന്നറിയാതെ സഭയിലെ സഹോദരിമാരെയും സഹോദരന്മാരെയും അല്ലെങ്കിൽ ആവശ്യത്തിലുള്ളവരെ സഹായിക്കാം? നമ്മൾ കൊടുക്കുന്നു എന്നറിയാം, നമ്മൾ കൊടുക്കുന്നു എന്ന് അവരറിഞ്ഞ് പോയാൽ, അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടിയാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിന് സ്വർഗത്തിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നിങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ആളാണെന്നൊക്കെ നിങ്ങളെ തന്നെ ഒന്നും ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾക്കൊരു സൽപ്പേര് കിട്ടി. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് പ്രതിഫലം, നിങ്ങൾ ആഗ്രഹിച്ച പ്രതിഫലം നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരും നമ്മളാണ് കൊടുക്കുന്നതെന്ന് അറിയാത്ത നിലയിൽ അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിന് ചെയ്യാവുന്ന ഒരു ക്രമീകരണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഒരു സഹോദരനെയും സഹോദരിയെയും നമ്മൾ തിരഞ്ഞെടുത്ത് അവരെ ആ ശുശ്രൂഷയ്ക്കാക്കും. അതിനുശേഷം നമുക്കൊരു ബോക്സ് വയ്ക്കാം. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു കവറിൽ ഇട്ടിട്ട് ആർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളത് ആ കവറിൻ്റെ മുകളിൽ രേഖപ്പെടുത്തി ആ പെട്ടിയിലിട്ടാൽ മതി. അപ്പോൾ ആരാ കൊടുത്തതെന്ന് അറിയില്ല, ആവശ്യക്കാരനത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആരോടും ഒരു പ്രത്യേക വിധേയത്വം സഭയിൽ ഉണ്ടാകാൻ നമുക്ക് ആവശ്യമില്ല അല്ലേ? നമ്മളെല്ലാവരെയും തുല്യമായിട്ട് കാണേണ്ടവരാണ്. ആരോടും ഒരു പ്രത്യേക വിധേയത്വം ഒരിക്കലും സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല. അല്ലാതെയും ഉണ്ടാകാനായിട്ട് പാടില്ല. അന്യോന്യം സ്നേഹിക്കണം, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കണം. അന്യോന്യം അങ്ങനെയുള്ള എല്ലാ നന്മകളും അന്യോന്യം ആണ് സഭയിലുള്ളത്. അല്ലാതെ സഭയ്ക്കകത്ത്, ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ടല്ലോ, സഭയ്ക്കകത്തൊരു സഭ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ചർച്ച മുമ്പോട്ട് പോകുന്നതിന് ധാരാളം പൈസ ചെലവുകളുണ്ട്. അതിലേക്കും അങ്ങനെ ഒരു ബോക്സ് വെച്ചാൽ നിങ്ങൾക്കിടാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ തോന്നാം, ജോസഫറിന് ഇപ്പോൾ ഒരു പടി വെച്ചു, ഇനി നാളെ ഇതൊരു വലിയ പിരിവിലേക്ക് പോകുമോ എന്ന്, അല്ലേ? അങ്ങനെയും പേടിക്കാൻ പാടില്ലേ? കാരണം ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിന് ഇപ്പം മിക്കവാറും ഓരോരുത്തരും ഇത്ര തരണം, അല്ലെ? ഓരോ കുടുംബങ്ങളും ഇത്ര തരണം. അങ്ങനെയൊക്കെയാണ് പല സഭകളിലും. അങ്ങനെ അതിൻ്റെ ആദ്യ പടിയാണ്. അങ്ങനെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട, അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം അത് വചനപ്രകാരം അല്ല. നമ്മൾ വചനത്തിൻ്റെ ആ കൃത്യതയോട് ചേർന്ന് നിൽക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉള്ളത്, അത് 10 രൂപയുള്ളൂവെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുത്തിട്ട് എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് മാത്രമാണ് ദൈവം നോക്കുന്നത്. അതല്ലാതെ
കൊടുത്ത എമൗണ്ട് അല്ല. ഒരാൾ കൊണ്ടുവന്ന് 1,00,000 രൂപ ഇട്ടാൽ പോലും, 1 കോടി രൂപ കയ്യിലുള്ള ഒരാൾ 1,00,000 രൂപ കൊണ്ടിട്ടാൽ പോലും 100 രൂപ കയ്യിലുള്ള ആൾ 50 രൂപ ഇടുന്നതിനാണ് ദൈവം വില കൊടുക്കുന്നത്. ആ 1,00,000 ഒരു വിലയുമില്ല ദൈവസന്നിധിയിൽ. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഞങ്ങളൊക്കെ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അധ്വാനിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ആ ഒരു മാതൃകയാണ്, അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള മാതൃകയാണ് എല്ലാവർക്കും ഞങ്ങളെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും. അതുമാത്രവുമല്ല, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. അതായത് തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോഴാണ് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം, അതായത് പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും അവർ ശുശ്രൂഷ മേഖലയിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ വിശ്വാസികളെല്ലാവരും അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള പ്രമാണമേ അവിടെ ഇല്ല. ഇപ്പോൾ ഉണ്ണാനും ഉടുക്കാനും ദൈവം സഹായിച്ച് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർക്കുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓഹരിയായിട്ടോ ദശാംശമായിട്ടോ അങ്ങനത്തെ യാതൊരു കാര്യവുമില്ല. ഈ ദശാംശം എന്നൊക്കെ പറയുന്നത് ഒരു പഴയ നിയമ ഉപദേശമാണ്. നമ്മുടെ ഉപദേശം എന്താ? നമ്മുടെ ഉപദേശം എന്താ? ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്, എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവിൻ്റെ സ്വന്തമല്ലാത്തത് എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ കർത്താവിൻ്റെ സ്വന്തം അല്ല, അല്ലേ? കർത്താവിൻ്റെ സ്വന്തമല്ലാത്തത് എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ കർത്താവിൻ്റെ സ്വന്തമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. ഇത് പൊതുവെ പ്രസംഗിക്കുന്നത് ഇത് വിശ്വാസികളെല്ലാവരും അങ്ങനെ ജീവിച്ചോണമെന്നാണ്. അങ്ങനെ യാതൊരു പ്രമാണവുമില്ല. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് അധ്വാനിക്കുക അത്രേ വേണ്ടത്. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുമില്ല. അപ്പോൾ വചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് നമ്മൾ നമുക്കുള്ള ആരോഗ്യവും സാധ്യതകളും എല്ലാം വെച്ചിട്ട് കഠിനാധ്വാനം ചെയ്യണം. ആഴ്ചയിൽ 6 ദിവസം, അല്ലേ? പുതിയ നിയമത്തിൽ ആഴ്ചയിൽ 6 ദിവസം എന്ന് പറഞ്ഞ വ്യവസ്ഥ വെച്ചിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ വിശ്വാസികൾ 7 ദിവസം ജോലി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ സഭായോഗം എപ്പോഴായിരുന്നു അറിയാമോ? ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. ഈ ശനിയാഴ്ച വൈകുന്നേരം സഭായോഗം വയ്ക്കാൻ കാരണം ശനിയാഴ്ചത്തെ അവരുടെ പണിയൊന്നും തടസ്സപ്പെടുന്നതുകൊണ്ടായിരിക്കാം. ഇതെൻ്റെ ഒരു ഊഹമാണ്. ഇത് ബൈബിളിലൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷേ യഹൂദന്മാർക്ക് ശനിയാഴ്ച ശബത്തായിരുന്നുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വാസികൾക്ക് അങ്ങനെ അനുവാദമില്ല എന്നുള്ളതായ യാതൊരു കാര്യവുമില്ല. അപ്പോൾ നാം പരമാവധി നമ്മുടെ സമയത്തെ വേസ്റ്റ് ആക്കാതെ ജോലി കണ്ടുപിടിച്ച് ചെയ്യുക, പരമാവധി പൈസ സമ്പാദിക്കുക, അല്ലേ? ജോലി ചെയ്യുന്നതിനാ? സമ്പാദിക്കാനാണ്. പരമാവധി ജോലി ചെയ്യണം, പരമാവധി സമ്പാദിക്കണം, പരമാവധി സേവ് ചെയ്യണം. ഞാൻ ജോലി ചെയ്ത് 50,000 രൂപ ഉണ്ടാക്കി 50,000 രൂപ ഞാൻ ചിലവാക്കിയ പിന്നെ വല്ല കാര്യമുണ്ടോ? പരമാവധി സേവ് ചെയ്യണം, പരമാവധി കൊടുക്കണം. എപ്പോൾ എല്ലാം പരമാവധി അധ്വാനിക്കുക, പരമാവധി സമ്പാദിക്കുക, പരമാവധി സേവ് ചെയ്യുക, പരമാവധി കൊടുക്കുക. അതാണ് ബൈബിളിലെ പ്രമാണം. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ നമ്മൾ വചനത്തിൽ നിന്നും വഴിതെറ്റിപ്പോയി. നമ്മൾ ജോലി ചെയ്യാൻ മടിയനാണെങ്കിൽ തെറ്റി, ജോലി ചെയ്ത് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ ആർഭാടങ്ങളിലും തോന്നിവാസവും ചെലവാക്കി കളയുകയാണെങ്കിൽ തെറ്റി. നാം സമ്പാദിക്കുന്നു, അതിനകത്തുനിന്ന് ആവശ്യത്തിലുള്ള ആളുകളെ ആരെയും സഹായിക്കാൻ തയ്യാറില്ല എങ്കിൽ അവിടെയും തെറ്റി. ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യം ദൈവവചനത്തോട് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ അവസാനം തരാം, നിങ്ങൾക്കത് പറയാവുന്നതാണ്. അപ്പോൾ അധ്വാനിക്കണം എന്നുള്ളത് അത് ശുശ്രൂഷ ചെയ്തിരുന്ന ആളുകളും വളരെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലനും തൻ്റെ കൂടെയുള്ള ആളുകളും ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു. അത് ചെയ്യുന്നതിൽ ഒരു അപാകതയുമില്ല. ഇന്ന് എന്തെങ്കിലും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ അവരൊരിക്കലും പുറത്തൊരു ജോലിയും ചെയ്യരുത്.
എന്നുള്ളതായ ഒരു പ്രമാണം പോലും ഇന്ന് ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ജോലിയില്ല എന്നുള്ള പരാതിയൊന്നും ശരിക്കും ആരും പറയരുത്. കാരണം ഇന്ന് കേരളത്തിൽ ജോലിക്കാരില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം, അല്ലേ? അതുകൊണ്ട് ഇവിടുന്ന് ജോലി ചെയ്യാനായിട്ട് എവിടുന്ന വരുന്നേ? ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വന്ന് നമ്മളുടെ സമസ്ത മേഖലകളും. ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബംഗാളിൽ നിന്നുള്ള ആളുകൾ, ഇപ്പം എന്തെങ്കിലും ഒരു പണിക്ക് ആരെയെങ്കിലും വിളിക്കണമെന്ന് വിചാരിച്ചാൽ ബംഗാളിൽ നിന്നുള്ള ആളുകൾ. അപ്പോൾ നമുക്ക് സമൃദ്ധിയായ ജോലി കേരളത്തിലുണ്ട്. പിന്നെ എല്ലാ ജോലിയും ചെയ്യാനായിട്ട് നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കുമുള്ള പ്രശ്നം അതുതന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിനും സമയത്തിനും അനുസരിച്ച് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഏത് ജോലിയും നാം ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ ജോലി ചെയ്ത് മടുക്കും. ഇഷ്ടം പോലെ പൈസ ജോലി ചെയ്ത് ഉണ്ടാക്കാനായിട്ടും സാധിക്കും. ജോലിയുടെ മഹത്വം എന്ന് പറയുന്നതായിട്ടുള്ളൊരു പരിപാടി ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതായ ഈ ജാതി വ്യവസ്ഥയോട് ചേർന്ന് ഉള്ള ഒരു കാര്യമാണ്, അല്ലേ? ഓരോ ജാതിക്കും ഓരോ തൊഴിൽ. അപ്പം ഇവിടെ കേരളത്തിലൊക്കെ അത് ഏകദേശം മാറി. എന്നാൽ വടക്കേ ഇന്ത്യൻ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയിരുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോ ജാതി, അവിടെ നമ്മൾ ഈ കാണുന്ന പോലെ 3-4 ജാതിയൊന്നുമല്ല അവിടെയുള്ള. ഈ ജാതിയിൽ തന്നെ ഉപജാതികളും ഒക്കെ ഉണ്ട്. അതിൽ കൊട്ട നെയ്യുന്നവർക്ക് ഒരു ജാതി, മീൻ പിടിക്കുന്നവരൊരു ജാതി, ചുടുകട്ട ഉണ്ടാക്കുന്നവരൊരു ജാതി. അവർ വേറെ ഒരു പണിക്ക് വരെ പോകത്തില്ല. അപ്പോൾ ആ ജാതി അടിസ്ഥാനത്തിലുള്ള തൊഴിൽ സംവിധാനമാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെയാണുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെ അത്രത്തോളം പ്രശ്നങ്ങളില്ല. എന്ത് ജോലിയും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പഠിക്കാനായിട്ടോ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അവിടെ പോയി എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നറിയാമോ? ഹോട്ടലിൽ പാത്രം കഴുകുക, ബേക്കറികളിൽ പണിയെടുക്കുക, സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പണികളാണ്. ഞങ്ങൾ അമേരിക്കയിൽ ചെന്ന് ആദ്യം എൻ്റെ മോന് കിട്ടിയത് അവിടുത്തെ ഒരു ചെറിയ ബേക്കറി കടയിൽ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നതായിരുന്നു. അവിടെ ആർക്കും അങ്ങനത്തെ ജോലിയെ സംബന്ധിച്ച് ഒരു അപമാനവും ഇല്ല. എന്തിനാ അപമാനം എടുക്കണേ? അപമാനം എന്തിനാണ്? ഞാൻ എല്ലാ പണികളും ചെയ്യാൻ മനസ്സുള്ള ആളും ചെയ്യുന്നതായിട്ടുള്ള ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും. ഏത് ജോലിയും ചെയ്യാം. ഇനിയിപ്പം മറ്റൊരാളുടെ അങ്ങനെയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനും ജോയി സഹോദരനും ഒക്കെ കൂടെ വേറെ ഒരു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ പുറത്ത് ആളുകളുടെ പണിയൊക്കെ കരാറെടുക്കും. ഞങ്ങൾ അവരുടെ കൂടെ പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരുടെ കൂടെ പോയി ആ സഹോദരനെ പണിയെടുത്ത് തീർത്ത് കൊടുത്ത് ആ സഹോദരൻ അതിൻ്റെ പൈസ ഞങ്ങൾ മേടിക്കില്ല, പൈസ ആ സഹോദരൻ മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇനിയും മടിയൊന്നുമില്ല. സമയത്തിൻ്റെ പ്രശ്നവും ആരോഗ്യത്തിൻ്റെ ചില ചെറിയ പരിമിതികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ജോലിയും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ജോലിയില്ല എന്നുള്ളതായിട്ടുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. നമ്മൾ ജോലി കണ്ടുപിടിക്കണം, അല്ലേ? നമ്മളൊരു ഡിഗ്രിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജോലിക്ക് അപ്ലൈ ചെയ്യും, ഇല്ലേ? ബയോഡേറ്റയൊക്കെ ഉണ്ടാക്കി നമ്മൾ പല കമ്പനികൾക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ നമ്മളെ വിളിക്കും, ഇൻ്റർവ്യൂ നടത്തും. നമുക്ക് പോയി ഒരു കടയിലോ ഹോട്ടലിലോ ബേക്കറിയിലോ അല്ലെങ്കിൽ ഒരു കൃഷിഭൂമി ഉള്ള ഒരാളുടെ അടുത്തോ ചെന്നിട്ട് എന്തെങ്കിലും ജോലിയുണ്ടോ ഞാൻ ചെയ്യാം എന്ന് പറയാൻ പാടില്ലേ? അതും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ തുല്യമല്ലേ അത്? പേപ്പറും വേണ്ട, ഇമെയിലും വേണ്ട, പേനയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് നേരെ പോയി ചോദിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആരോഗ്യവും സമയവും ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി ജോലി ചെയ്ത് ധനം സമ്പാദിച്ച് അത് വേണ്ടതുപോലെ ക്രയവിക്രയം ചെയ്യുന്ന ആളുകളായി തീരണം. അതാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി. എനിക്ക് ജീവിക്കാനൊക്കെ അത്യാവശ്യം മാർഗമുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ കളയുന്ന പരിപാടിയാണ്. ജോലി ചെയ്യാൻ കഴിയുന്നിടത്തോളം നമ്മൾ ചെയ്യണം. അതാണ് ദൈവവചനത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നും കൊടുക്കാനില്ല, ഒരു 10 രൂപ പോലും കൊടുക്കാനില്ല എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ മനസ്സില്ല. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലാത്തവർ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. നിർബന്ധത്താലരുത്, സന്തോഷത്തോടെ മാത്രമേ പാടുള്ളൂ. ആരുടെയും മേലൊരു നിയന്ത്രണവും നിയമവും അങ്ങനെ യാതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉണ്ടായിട്ട് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല
എന്ന് ഒരവസ്ഥ ഉണ്ടോ? ഇപ്പം ഈ വിരല് എൻ്റെ ശരീരത്തിലെ ഒരു അവയവമാണ് അല്ലേ? എൻ്റെ ഈ വിരൽ പറയുകയാണ്, എന്നിലേക്ക് വരുന്നതായിട്ടുള്ള രക്തം ഞാൻ പിന്നെ കൊടുക്കൂല. എന്താ സംഭവിക്കുക? ഈ രക്തം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രക്തം തിരിച്ച് ഞാൻ കൊടുക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആദ്യം നീര് വയ്ക്കാൻ തുടങ്ങും, പിന്നെ നീല കളറാകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ആശുപത്രി കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ ഡോക്ടർ എന്ത് പറയും? അയ്യോ, ആ ഭാഗം ചത്തുപോയി, അത് മുറിച്ച് കളയണം, അല്ലെങ്കിൽ ഈ പ്രശ്നം മുകളിലേക്കും കൂടെ വ്യാപിക്കുമെന്ന് പറയും അല്ലേ? അത് തന്നെയാണ് സംഭവിക്കുക. നമുക്ക് ദൈവസഭയ്ക്ക് വേണ്ടി ചെലവാക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും അതിന് നമുക്ക് മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഇല്ലാത്തവരെ കുറിച്ചല്ല, അതിന് നമുക്ക് മനസ്സില്ലാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ആ ശരീരത്തിൻ്റെ അവയവമായിട്ട് ഇരിക്കുന്നില്ല. നമ്മളെ ശരീരത്തിൻ്റെ അവയവമല്ല. എത്രയും കുറച്ച് കഴിയുമ്പം ഒരുപക്ഷെ സഭാ ഹാളിൽ കാണും, പക്ഷേ കർത്താവിൻ്റെ സഭയുടെ ശരീരമായിട്ട് ആ ഒരു അവയവത്തിന് ഇരിക്കാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ ഇനി നമ്മുടെ സഭയുടെ മുമ്പോട്ടുള്ള പോക്കിന് നമ്മൾ ചില ക്രമീകരണങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അവരാൽ കഴിയുന്നത് രഹസ്യമായി കൊടുക്കാനും, എല്ലാവർക്കും അവരാൽ കഴിയുന്നത്, ഇനി കഴിയുന്നില്ല എങ്കിൽ ദൈവം കാണുന്നുണ്ട്, ഒരു രീതിയിലുമുള്ള നിർബന്ധം ദൈവം വയ്ക്കുകയില്ല. എല്ലാവർക്കും അവരാൽ കഴിയുന്നത് രഹസ്യമായി ദൈവസഭയ്ക്ക് കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ടുള്ള ഒരു വഴി ഇത്രയും കാലവും അടച്ചു വച്ചിരുന്നതിൻ്റെ കുറ്റബോധവും ഒക്കെ ആയിട്ടാണ് ഞാൻ നയിക്കുന്നത്. അത് നമുക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. അവിടെ ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരായി അല്ലേ? അതെന്താണെന്നറിയോ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത്? ധനവാന്മാരെ വിശ്വാസത്തിൽ സമ്പന്നരായി എന്ന് പറഞ്ഞിട്ടില്ല. ധനവാന്മാരെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം. അപ്പോൾ ധനവാന്മാരെ കുറിച്ച് വിശ്വാസത്തിൽ സമ്പന്നരായി എന്ന് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഒരു ധനവാനായിട്ടുള്ള മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഞാൻ നിന്നെ പിന്തുടരാന്നൊക്കെ പറഞ്ഞു കർത്താവ് പറഞ്ഞു, കുറച്ച് കൽപ്പനകളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ഞാനിതെല്ലാം ബാല്യം മുതൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് അവനെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അവൻ നല്ല ഒരു ആരാധനാ മനോഭാവമുള്ള ആളായിരുന്നു. പക്ഷെ സ്നേഹിച്ചിട്ട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. എന്താണ്? നീ കുറേ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് അല്ലേ? അത് നീ വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണോ? വിറ്റ് സഭയ്ക്ക് കൊടുക്കണം. ഇപ്പം ഞങ്ങൾ 12 പേരും ശുശ്രൂഷയൊക്കെ ഉണ്ട്, വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇല്ല, അത് നീ വിറ്റ് കൊടുത്തേച്ച് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം നിന്നോട് ചേർന്നിരിക്കുന്നതായ സമ്പത്തിൻ്റെ ഒരു മോഹമുണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സമ്പത്തിൻ്റെ ഒരു മോഹം നിന്നിലുണ്ട്. അതിനെ അങ്ങ് വിട്ടിട്ട് എൻ്റെ പിന്നാലെ പോരെ, ആ സമ്പത്തുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് വരണ്ട. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ദൈവവചനമുണ്ട്, ആരാധനയുണ്ട്, ശബത്തുണ്ട്, ദശാംശമുണ്ട്, എല്ലാം ഉള്ള ഒരാളായിരുന്നു. ആ മാതാപിതാക്കന്മാരെ ഒരിക്കലും ദ്വേഷിച്ചിട്ടില്ല, അന്യദേവന്മാരെ പോയിട്ടില്ല, ഒരു കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, പിന്നെന്താ, ആരെയും കൊന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒരു പ്രശ്നം നിനക്കുണ്ട്, നിന്റെ ദൈവം ഞാനല്ല, നിന്റെ ദൈവം നിന്നോട് ചേർത്ത് നീ വെച്ചിരിക്കുന്നതായിട്ടുള്ള ധനമാണ്. അപ്പോൾ ധനവാന്മാരെ കുറിച്ച് പറയുമ്പോൾ രക്ഷപ്പെടാൻ പ്രയാസമാണെന്ന് പറയുന്നു. ദരിദ്രരെ കുറിച്ച് പറയുമ്പം വിശ്വാസത്തിൽ സമ്പന്നരായി.
അതെന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? അതിൻ്റെ കാര്യം, ആ വിധവ 2 കാശിട്ടില്ലേ? ആ 2 കാശ് വിധവ ഇട്ടതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ആ വിശ്വാസമാണ്. വിശ്വാസത്തിലുള്ള സമ്പന്നതയാണ്. ഈ ധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഒരാൾ സമ്പാദിക്കാനായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വന്നാൽ പിന്നെ, അതായത് ജീവിത ചെലവുകളൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൊടുക്കാനൊന്നും മടിയൊന്നുമില്ല. എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്, ഒരാൾ വന്നിച്ച് 400 രൂപ ചോദിച്ചു, ദുഃഖമില്ല, ആ 400 രൂപയും കൊടുക്കും. എന്നാൽ ഒരു 50,000 രൂപയോ 1,00,000 രൂപയോ ഒരു ഡെപ്പോസിറ്റ് എന്നല്ലേ പറയുക, ഒരു സമ്പാദ്യം വന്നാൽ പിന്നെ ചിന്തിക്കുന്നത് ഈ 1,00,000 എങ്ങനെ കൂട്ടാം, അതെങ്ങനെ 2 ആക്കാം, അതെങ്ങനെ 3 ആക്കാം. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ സമ്പാദ്യം മനുഷ്യനെ ഈ ധനവാനാകുന്നത് എങ്ങനെയാ? സമ്പാദിച്ചല്ലേ. കൊടുക്കാതെ കൂട്ടിവെക്കുമ്പോഴല്ലേ ഒരാൾ ധനവാനാകുന്നത്. അപ്പോൾ സമ്പാദ്യം അങ്ങനെ കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ദൈവം ആരായിട്ട് തീരും? മാമോനായിട്ട് തീരും. എന്നാൽ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക്, കഷ്ടിയൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കയ്യിൽ 100 രൂപയുണ്ട്, പോട്ടെ എനിക്ക് 50 രൂപ മതി, 50 രൂപ എടുത്ത് അവർ കൊടുക്കും. അതുകൊണ്ടാണ് ദരിദ്രരെ കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ സമ്പന്നരായി എന്ന് പറഞ്ഞേക്കുന്നത്. ദരിദ്രന്മാർക്കേ വിശ്വാസത്തിൻ്റെ ആ സമ്പന്നത ലഭിക്കുകയുള്ളൂ. നമ്മളൊക്കെ സഭയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടിയോ ചിലവാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് നമ്മുടെ ചിന്തയിലൊരു പരിധി ഉണ്ടല്ലോ. നമുക്കൊരു പരിധി വയ്ക്കും. 1000 രൂപ എൻ്റെ വക, 2000 രൂപ എൻ്റെ വക, 5000 രൂപ എൻ്റെ വക, അല്ലെ 10,000, അല്ലെ 15,000. ലക്ഷങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ചില ലക്ഷങ്ങൾ ആവശ്യം വന്നാൽ അത് കൊടുക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ? ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമില്ല, ധനവാന്മാർക്കുണ്ടാകുമല്ലോ. ഞാൻ ഇവിടത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ധനവാന്മാരെന്ന് പറയാനായിട്ട് ആരുമില്ല, എല്ലാവരും സാധാരണക്കാരാണ്. കഷ്ടി ജീവിച്ചു പോകുന്നവരും അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിച്ചു പോകുന്നവരുമായിട്ടുള്ള ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. ഞാൻ പുറമേയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ 10,000ങ്ങളും ലക്ഷങ്ങളും ചിലവാക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത വന്നാൽ പോലും അങ്ങനെ ഉണ്ടാകുമോ? ഇല്ല അല്ലേ? പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? കർത്താവിന് ആളുകൾ, അല്ലെ കർത്താവിൻ്റെ വേലയ്ക്കോ സഭയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെ ആളുകൾ കൊടുക്കുന്നത്, അത് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നതായിട്ടുള്ളൊരു ചിന്ത, ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. അവിടെ ലാസർ എങ്ങനെയാണ് ജീവിച്ചേ? മേശയിൽ നിന്ന് വീഴുന്ന, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾക്കുണ്ട്, കഷ്ണങ്ങൾക്കുണ്ട്. ഇന്നത്തെ ധനവാന്മാരായിട്ടുള്ള ആളുകളുടെ കൊടുക്കൽ എങ്ങനെയാണെന്നറിയാമോ? അവരുടെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങൾ. അതാണ് അവർ, അങ്ങനെയാണ് അതിനെ അവർ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല. നാം ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് അംഗീകരിക്കുകയും അത് വേണ്ടും പോലെ ദൈവഹിതപ്രകാരം നാം ചെലവാക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അത് ഒരു ദൈവത്തെ നിന്ദിക്കുന്നതിനും തുല്യമായിട്ടിരിക്കുന്നു. അപ്പോൾ മുമ്പോട്ടുള്ള നമ്മുടെ പോക്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും സഭയിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാൻ പേടിയാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പേടിയാണ്. കാരണം ഇതിൻ്റെ നല്ല വശങ്ങളെ കാണാതെ അതിൻ്റെ എന്തെങ്കിലും മോശം വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ ഒക്കെ ആളുകൾ, ഇവിടെയുള്ളവരെ കുറിച്ചല്ല കേട്ടോ, ഇത് യൂട്യൂബിൽ അങ്ങനെ പോകുന്നുണ്ട്, ലൈവ് പോകുന്നുണ്ട്. കേൾക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കും? ഇദ്ദേഹത്തിന് എന്തോ ദുരുദ്ദേശമുണ്ടോ എന്നൊക്കെയുള്ളതാണ് ആദ്യമേ ചിന്തിക്കുക. നമുക്ക് പരിചയമുള്ള ആളുകളൊന്നും അങ്ങനെ ചിന്തിക്കുകയില്ല. യൂട്യൂബിൽ അവരുമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒത്തിരി ആളുകൾ ഇതൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെങ്ങനെ ചിന്തിക്കുമെന്ന് അറിയത്തില്ല. ഏത് കാര്യം കേട്ടാലും അതിനെ ദൈവവചനവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കി വചനപ്രകാരം ഉള്ള ഒരു കാഴ്ചപ്പാട് വരുത്തുക എന്നുള്ളതാണ് ദൈവമക്കൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ശരി പ്രിയമുള്ളവരെ,
അപ്പം നമുക്കങ്ങനെ ഒരു ബോക്സ് എവിടെയെങ്കിലും ഹോളിൽ എവിടെയെങ്കിലും വെച്ചേക്കാം. ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പേരെഴുതി ഒരു കവറിൽ പേരെഴുതി ആ തുക അതിനകത്തിട്ട് ആ ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളറിയാതെ നിങ്ങളൊരാൾക്ക് സഹായം ചെയ്യുമ്പോൾ അത് ദൈവത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം അല്ലേ. ഈ കള്ളന്മാരും ബാങ്ക് പൊട്ടലും അതുപോലെ തന്നെ ഉറുമ്പും ചെതലും ഒക്കെയുള്ള ഈ ലോകത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. എവിടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കേണ്ടത്? സ്വർഗത്തിലാണ് അല്ലേ. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. അവിടെ ഉറുമ്പില്ല, ചെതലില്ല, കള്ളനില്ല, അവിടുത്തെ ബാങ്ക് പൊട്ടത്തില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വർഗത്തിൽ എന്ത് നിക്ഷേപമാണ് നമ്മൾ സ്വരൂപിക്കുക? നമ്മളുടെ പ്രാർത്ഥന അവിടെ ഒരു നിക്ഷേപമായിട്ട് ഇരിക്കുമോ? പ്രാർത്ഥന നിക്ഷേപമായിട്ടിരിക്കുമോ? സ്തോത്രം അവിടെ ഒരു നിക്ഷേപമാണോ? ആണോ? ആരും ഇത് മിണ്ടുന്നില്ല, എല്ലാവരും പേടിച്ചിരിക്കുവാണോ? ഇത്രയും കാലവും ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. 5 പൈസ ചിലവില്ലാതെ സഭായോഗത്തിൽ വന്ന് പോകാമായിരുന്നു. ഇപ്പം എല്ലാവരും ചിരിച്ചു. 5 കാശ് ചിലവില്ലാതെ 5 വർഷത്തോളവും സഭായോഗത്തിന് ഒക്കെ പോയി. ഇനിയിപ്പോൾ ഇച്ചിരി ചിലവ് വരുന്നുണ്ട്, കർത്താവ് ഇത് പുലിവാലായല്ലോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വേണം. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വേണം. അത് പ്രാർത്ഥനയും സ്തോത്രവും ഒന്നും അല്ല കേട്ടോ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ വചനപഠനം അതൊരു പ്രായോഗിക തലത്തിൽ നമുക്ക്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആർക്കും കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ അത് നമുക്കൊരു ആനന്ദമായിട്ട് വരും. കൊടുക്കാതിരുന്നാൽ നമ്മൾ ഒന്നും കൊടുക്കാൻ പറ്റാത്ത, മനസ്സില്ലാത്ത ഒരു ഭയങ്കര സമ്പത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലേക്കും അടിമത്തത്തിലേക്കും നമ്മൾ പോകും. നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ കൊടുക്കുന്നതൊരു ആനന്ദവും സന്തോഷവുമായിട്ടും വരും. അതുപോലെ തന്നെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും അത് കാരണമാകും. കർത്താവും ശിഷ്യന്മാരും ജീവിച്ചിരുന്ന കാലത്തും അവിടെ ചില സഹോദരിമാരുടെ പേരെടുത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ തങ്ങൾക്കുള്ള വസ്തുവകകൾ കൊണ്ട് അവരെ കർത്താവിനെയും അപ്പസ്തലന്മാരെയും ശുശ്രൂഷിച്ചു. തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട്. അപ്പോൾ നമ്മുടെ വസ്തുവകകൾ കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ, ദൈവസഭയെ ശുശ്രൂഷിക്കേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ നിങ്ങളെ ശരിയായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കാതിരുന്നതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അതിന് നിങ്ങളോടും ദൈവത്തോടും മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബാബു സഹോദരൻ്റെ സമയത്ത് പ്രാർത്ഥിക്കും.